നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഇന്ത്യയിലെ യുവാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഭക്ഷണത്തിൽ കിഞ്ചി ഉണ്ടോ? അതോ നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ BTS പോലെയുള്ള പാട്ടുകൾ മാത്രമാണോ ഉള്ളത്? നിങ്ങളിൽ എത്ര പേർ രാത്രി ഉറക്കമുളച്ചിരുന്ന് ഡ്രാമകൾ കണ്ടിട്ടുണ്ട്? അല്ലെങ്കിൽ കടയിൽ പോയി കൊറിയൻ ഇൻസ്റ്റൻറ്റ് ന്യൂഡിൽസ് വാങ്ങി പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്? സ്കിൻ കെയർ മുതൽ സ്പൈസി ന്യൂഡിൽസ് വരെ, BTS മുതൽ ഡ്രാമ വരെ, ഇന്ത്യയിൽ ഇന്ന് എവിടെ നോക്കിയാലും കൊറിയൻ തരംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിനെ ഹാല്യു എന്നാണ് വിളിക്കുന്നത്. കേവലം ഒരു ട്രെൻഡ് എന്നതിലുപരി നമ്മുടെ അടുക്കളയിലും അതേപോലെ വാർഡ്രോബിലും സംസാര ഭാഷയിൽ പോലും കൊറിയൻ സംസ്കാരം എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇടം പിടിച്ചത് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. സിനിമയും പാട്ടും മാത്രമല്ല, നമ്മുടെ ജീവിതശൈലി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പത്രവാർത്തകളിൽ പോലും ഇടം നേടിയ ഈ ഹാലു തരംഗത്തിൻ്റെ രഹസ്യം നമുക്കൊന്ന് പരിശോധിക്കാൻ ശ്രമിച്ചു നോക്കാം. വലിയ ചർച്ചയാകുന്ന ഈ കൊറിയൻ ഇൻഫ്ലുവൻസിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കും. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് ലിജു. വെൽക്കം ടു മൈ ഗാരേജ്. ദിസ് ഈസ് മൈ സയൻസ് ഗാരേജ്. നമ്മുടെ ഇന്ത്യയിൽ കൊറിയൻ സംസ്കാരം അഥവാ ഹാലു തരംഗം വേരുറപ്പിച്ചത് പെട്ടെന്നുണ്ടായ ഒരു മാറ്റമല്ല. അത് പതിറ്റാണ്ടുകൾ നീണ്ട ഒരു പ്രക്രിയ തന്നെയായിരുന്നു. അതിൻ്റെ തുടക്കത്തെയും വളർച്ചയെയും പ്രധാനമായും 3 ഘട്ടങ്ങളായാണ് തിരിക്കാൻ സാധിക്കുന്നത്. ഒന്ന്, ഇന്ത്യയിൽ കൊറിയൻ തരംഗം ആദ്യമായി എത്തിയത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് എന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ചും മണിപ്പൂരിൽ. 2000-ൽ മണിപ്പൂരിലെ വിപ്ലവ സംഘടനകൾ ഹിന്ദി സിനിമകൾക്കും അതേപോലെ ഹിന്ദി ചാനലുകൾക്കുമൊക്കെ നിരോധനം ഏർപ്പെടുത്തി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വിനോദത്തിനായി അവിടുത്തെ ജനങ്ങൾ അരീറാൻ TV പോലെയുള്ള കൊറിയൻ ചാനലുകളെയൊക്കെ ആശ്രയിക്കാൻ തുടങ്ങുന്നൊരു കാഴ്ച കാണാം. ഇത് കൊറിയൻ സിനിമകളും സംഗീതവും ആ മേഖലയിൽ വളരെ വലിയ രീതിയിൽ ഹിറ്റാകുന്നതിനൊരു കാരണമായി. രണ്ടാമത്തെ കാര്യം, 2000-ൻ്റെ മധ്യത്തോടെ ദൂരദർശൻ ഉൾപ്പെടെയുള്ള ചാനലുകൾ എംപറർ ഓഫ് ദി സീ അതേപോലെ ജുവൽ ഇൻ ദി പാലസ് തുടങ്ങിയ ഡ്രാമകൾ എന്ന് വിളിക്കപ്പെടുന്ന കൊറിയൻ സീരിയലുകളൊക്കെ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുവാൻ ആരംഭിച്ചു. ഇത് വടക്ക് കിഴക്കൻ ഇന്ത്യക്ക് പുറത്തുള്ളവരിലേക്കും ഈ ഒരു കൊറിയൻ സംസ്കാരത്തെ എത്തിക്കാൻ കാരണമായി. എങ്കിലും അന്നതൊരു വലിയ തരംഗമൊന്നും ആയിരുന്നില്ല എന്നുകൂടി ചേർത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, 2012-ൽ പുറത്തിറങ്ങിയ സൈയുടെ ഗണ്ണം സ്റ്റൈൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു പാട്ട് ലോകമെമ്പാടും എന്ന പോലെ ഇന്ത്യയിലും ഭയങ്കര ഹിറ്റായി. യൂട്യൂബിലൂടെ കൊറിയൻ പോപ്പ് സംഗീതം സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ യുവാക്കളുടെ ഇടയിലേക്ക് എത്തിയത് ഈ പാട്ടിന് വലിയ സ്ഥാനമുണ്ട് എന്ന് പറയാതെ പറയണം. ഇനി ഇതിലെ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. മുതിർന്നവരോടുള്ള ബഹുമാനം, കുടുംബ ബന്ധങ്ങൾ, പ്രണയം എന്നിവയോടുള്ള കൊറിയൻ സമീപനം ഇന്ത്യൻ രീതികളുമായി വളരെയധികം സാമ്യമുള്ളതാണ് എന്ന് കാണാം. ഇത് ഇന്ത്യൻ പ്രേക്ഷകർക്ക് ഡ്രാമയുമായി പെട്ടെന്നുള്ളൊരു അടുപ്പമുണ്ടാവാൻ കാരണമായി. 2017-ന് ശേഷം BTS എന്ന മ്യൂസിക് ബാൻഡിൻ്റെ ആഗോള വളർച്ച ഇന്ത്യയിലെ തന്നെ കൗമാരക്കാരെ വളരെ രീതിയിൽ സ്വാധീനിച്ചു എന്നതും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ലോക്ക്ഡൗൺ സമയങ്ങളിൽ ആളുകൾ വീട്ടിലിരുന്നപ്പോൾ നെറ്റ്ഫ്ലിക്സ്, റക്കൂട്ടൻ, വിക്കി തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി കൊറിയൻ കണ്ടന്റുകൾ വൻതോതിൽ കാണുന്ന ഒരു പ്രവണതയുണ്ടായി. ഇതോടെയാണ് ഹാലു തരംഗം ഇന്ത്യയിൽ ഓരോ മുക്കിലും മൂലയിലും എത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മലയാളികൾക്കും മറ്റ് ഇന്ത്യക്കാർക്കും ഡ്രാമകളോട് ഇത്രയധികം പ്രിയം തോന്നാൻ വളരെ കൃത്യമായിട്ടുള്ള ചില കാരണങ്ങൾ കൂടിയുണ്ട്. പാശ്ചാത്യ സിനിമകളെയൊക്കെ അപേക്ഷിച്ച് കൊറിയൻ ഡ്രാമകൾക്ക് നമ്മുടെ ഇന്ത്യൻ സംസ്കാരവുമായി വളരെ വലിയ സാമ്യമുണ്ട്. മുതിർന്നവരോടുള്ള ബഹുമാനം, സംയുക്ത കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വളരെ വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ, ഇവയെല്ലാം ഡ്രാമകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഭാരതീയർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വസ്തുത തന്നെയായിരുന്നു. പ്രണയത്തിലായാലും പെരുമാറ്റത്തിലായാലും ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു മാന്യത കൊറിയൻ കഥാപാത്രങ്ങൾ എപ്പോഴും പുലർത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. സ്ലോ ബേൺ റൊമാൻസ് എന്ന് പറയുന്ന ഈ ഒരു രീതി, അതായത് ലൈംഗികതയേക്കാൾ ഉപരിയായിട്ട് മനസ്സുകൊണ്ടുള്ള ആ ഒരു അടുപ്പം, അതിനവർ നൽകുന്ന ആ ഒരു മുൻഗണന നമ്മുടെ ഇന്ത്യൻ പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്ക് വളരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുവാൻ തുടങ്ങി. സാധാരണ സിനിമകളിലെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള നായകന്മാരിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ട് ഈ ഡ്രാമകളിലെ നായകന്മാർ തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ മടിക്കാത്ത കൂട്ടത്തിലാണ്. അവർ സ്ക്രീനിൽ കരയാറുണ്ട്, പാചകങ്ങൾ ചെയ്യാറുണ്ട്, പങ്കാളിയെ വളരെയധികം കെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള സെൻസിറ്റീവായിട്ടുള്ള പുരുഷ കഥാപാത്രങ്ങൾ ഇന്ത്യൻ യുവതികൾക്കിടയിൽ വളരെ വലിയൊരു സ്വീകാര്യത ഉണ്ടാക്കിയെടുത്തു.
ഉന്നത നിലവാരത്തിലുള്ള നിർമ്മാണം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഓരോ ഫ്രെയിമും പെയിൻറ്റിങ് പോലെ വളരെ മനോഹരമായിരിക്കും. അവരുടെ വസ്ത്രധാരണവും വീടുകളും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. മ്യൂസിക് ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ തന്നെയാണ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രണയകഥകളിൽ ഒതുങ്ങാതെ മിസ്റ്ററി, ത്രില്ലർ, ഹിസ്റ്റോറിക്കൽ, ഫാൻറ്റസി അങ്ങനെ വൈവിധ്യമാർന്ന പ്രമേയങ്ങളോടെ മിക്കവാറും ഒരു 16 എപ്പിസോഡുകളിലൊക്കെ അവർ സാധാരണ രീതിയിൽ കഥ അവസാനിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ലാഗില്ലാതെ കണ്ടു തീർക്കാമെന്നത് മറ്റൊരു പ്ലസ് പോയിൻ്റാണ്. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കൊറിയൻ ഭക്ഷണത്തോടും ഫാഷനോടും ഇത്രയധികം ക്രേസ് ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവയിലെ എരിവും മസാലയുമാണ്. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എരിവുള്ള രുചികൾ കൊറിയൻ ഭക്ഷണത്തിലുണ്ട് എന്നറിയാം. അവയിൽ പ്രധാനികളാണ് രാമൻ, കിംചി, കൊറിയൻ ഫ്രൈഡ് ചിക്കൻ തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇൻസ്റ്റൻറ്റ് ന്യൂഡിൽസ്, വിപണിയിൽ കൊറിയൻ ബുൾഡാക്ക് പോലെയുള്ള സ്പൈസി ന്യൂഡിൽസ് ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു സംഗതിയാണ്. ഡ്രാമകളിലൊക്കെ നായകനും നായികയും ഇരുന്ന് റാമൻ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ അത് ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാൻ അവരുടെ ആരാധകർക്ക് വളരെ വലിയ ആവേശം ഉണ്ടാകാറുണ്ട്. നമ്മുടെ അച്ചാറുകൾക്ക് സമാനമായിട്ടുള്ള രീതിയിൽ പുളിപ്പിച്ച പച്ചക്കറികൾ കൊണ്ടുള്ള ഒരു വിഭവമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കിംചി. അത് ആരോഗ്യകരമാണെന്നും ഇതിൻ്റെ പ്രിയം വളരെയധികം കൂട്ടാനൊരു കാരണമായി. സാധാരണ ചിക്കനേക്കാൾ കൂടുതൽ ക്രിസ്പി ആയിട്ടുള്ള മധുരവും എരിവും ഒക്കെ കലർന്ന കൊറിയൻ ചിക്കൻ വിഭവങ്ങൾക്കായി പ്രത്യേക റെസ്റ്റോറൻറ്റുകൾ തന്നെ നമ്മുടെ നഗരങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഉയർന്നു വരാൻ തുടങ്ങുന്നതാണ് കാണുന്നത്. സ്വിഗ്ഗി പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൊറിയൻ ഭക്ഷണത്തിനുള്ള ഓർഡറുകൾ പ്രതിവർഷം 50 മുതൽ 59% വരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ കൊറിയൻ ഫാഷൻ എന്നത് വെറുമൊരു വസ്ത്രധാരണ ശൈലിയല്ല, അതൊരു ലുക്ക് തന്നെയാണ്. മുറുകി പിടിച്ച വസ്ത്രങ്ങൾക്കൊക്കെ പകരം അയഞ്ഞ ടീഷർട്ടുകൾ, ഹുഡികൾ, ബാഗി പാൻസ് ഇവയെല്ലാം യുവാക്കൾക്കിടയിൽ വളരെ വലിയ ട്രെൻഡാണ്. ഇത് കൗതുകപരവും അതേസമയം ധരിക്കാൻ കംഫർട്ടബിളുമായിട്ടുള്ള വസ്ത്രമാണ്. ലളിതമായ നിറങ്ങൾ ഉപയോഗിച്ചുള്ള വസ്ത്രധാരണ രീതിയാണ് കൊറിയൻ ഫാഷൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേക ഒരു കാര്യം. ഇതൊരു ക്ലാസി ലുക്കൊക്കെയാണ് കൊടുക്കുന്നത്. ഫാഷനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൊറിയൻ സ്കിൻ കെയർ എന്ന് പറയുന്നത്. ചില്ലുപോലെ തിളങ്ങുന്ന പാടുകളൊന്നും തന്നെ ഇല്ലാത്തൊരു സ്കിൻ എന്നതാണ് ഈ കൊറിയൻ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത്. ഇത് നേടാനായി 10 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീനുകൾ വരെ ഇന്ത്യൻ പെൺകുട്ടികൾ ഇത് കണ്ട് പിന്തുടരാറുണ്ട്. സ്നെൽ മ്യൂസിൻ എന്ന് പറയുന്നത്, അതായത് ഒച്ചിൻ്റെ സ്രവം, ഇതടങ്ങിയ ക്രീമുകളും ഷീറ്റ് മാസ്കുകളും ഒക്കെ ഇന്ന് കേരളത്തിൽ സാധാരണ ഫാൻസി ഷോപ്പുകളിൽ പോലും നമുക്ക് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളൊരു കൊറിയൻ ഡ്രാമ കാണുമ്പോൾ അതിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, അത് ധരിക്കുന്ന വസ്ത്രവും അവർ കഴിക്കുന്ന ഫുഡും സ്വന്തം ജീവിതത്തിലേക്കൊക്കെ അത് പകർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ കൊറിയൻ തരംഗം വെറും ഒരു വിനോദോപാധി എന്നതിലുപരി ഒരു ഭാഷാ വിപ്ലവത്തിലേക്കും വലിയ ഒരു സാമ്പത്തിക ഭാവിയെ ലക്ഷ്യം വെച്ചുള്ള നീക്കമായി മാറിക്കഴിഞ്ഞു എന്ന് തീർച്ചയായും പറയാം. മുൻപ് വിദേശ ഭാഷ എന്ന നിലയിൽ മലയാളികൾക്കിടയിൽ അറബോ, ഫ്രഞ്ചോ അല്ലെങ്കിൽ ജർമ്മനിയോ ഒക്കെ ആയിരുന്നു വളരെയധികം പ്രയോറിറ്റി ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ചിത്രം മാറുകയാണ്. റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് ഇന്ത്യയിൽ കൊറിയൻ ഭാഷ പഠിക്കുന്നവരുടെ എണ്ണത്തിൽ വർഷം തോറും 75% വർധനമാണ് രേഖപ്പെടുത്തുന്നത്. അതിൽ തന്നെ 13-നും 22-നും ഇടയിൽ പ്രായമുള്ള നമ്മൾ ജെൻസി എന്ന് വിളിക്കുന്ന ആ ഒരു വിഭാഗക്കാരാണ് ഈ കാര്യത്തിൽ മുന്നിലുള്ളത്. ഈ ഡ്യുവോലിംഗോ പോലെയുള്ള ആപ്പുകളിൽ ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഭാഷ കൊറിയനാണ് എന്നാണ് പറയുന്നത്. ഡ്രാമകൾ സബ് ടൈറ്റിൽ ഒന്നുമില്ലാതെ തന്നെ കാണുക, പ്രിയപ്പെട്ട പോപ്പ് ഗാനങ്ങൾ അർത്ഥമറിഞ്ഞ് പാടുക എന്നിവയൊക്കെയാണ് ഇതിലെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇന്ത്യയുടെ പുതിയ വിദ്യാഭ്യാസ നയത്തെ പറ്റി അറിയാം. ഈ നയത്തിൽ പോലും കൊറിയൻ ഭാഷയെ ഒരു വിദേശ ഭാഷ ഓപ്ഷനായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഇതിൻ്റെ പ്രാധാന്യം എത്രയാണ് എന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ്. ഭാഷ പഠിക്കുന്നത് വെറുമൊരു കൗതുകം കൊണ്ട് മാത്രമല്ല, അതിന് പിന്നിൽ ശക്തമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്ന് ഇതിൻ്റെ കൂടെ എടുത്തു പറയണം. സാംസങ്, ഹ്യുണ്ടായ്, LG, കിയ തുടങ്ങിയ വമ്പൻ കൊറിയൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ വലിയ പ്ലാന്റുകളൊക്കെ ഉണ്ട്. കൊറിയൻ ഭാഷ അറിയാവുന്നവർക്ക് ഈ കമ്പനികളിൽ വളരെ ഉയർന്ന ശമ്പളത്തിലുള്ള ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ.
കൊറിയൻ വെബ് ട്യൂണുകൾ, ഗെയിമുകൾ, സിനിമകൾ എന്നിവ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാൻ, ഡബ്ബ് ചെയ്യുന്നതിനുമൊക്കെ വേണ്ടിയിട്ടുള്ള വലിയ ഒരു തൊഴിൽ മേഖല കൂടി ഇന്ന് തുറക്കപ്പെട്ടിരിക്കുകയാണ്. കൊറിയൻ വിനോദസഞ്ചാരികൾ ഇന്ത്യയിലേക്ക് എത്തുന്നതും അതേപോലെ ഇന്ത്യൻ യുവാക്കൾ ദക്ഷിണ കൊറിയ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നതും ടൂറിസം മേഖലയ്ക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു ഉണർവ് നൽകുന്നു എന്നത് ശക്തമായിട്ടുള്ള ഒരു മെസ്സേജാണ് നൽകുന്നത്. അപ്പോൾ ഭാവിയിൽ ഇതൊരു ഹൈബ്രിഡ് കൾച്ചർ ഉണ്ടാക്കിയെടുക്കുമെന്നത് തീർച്ചയായ കാര്യമാണ്. ഉപരിപഠനത്തിനായി കൊറിയൻ സർവകലാശാലകളെ തിരഞ്ഞെടുക്കുന്ന മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കെ ബ്യൂട്ടി, കെ ഫുഡ് ബ്രാൻഡുകൾ ഇന്ത്യൻ വിപണിയിൽ തദ്ദേശീയമായിട്ടുള്ള ബ്രാൻഡുകളോട് മത്സരിക്കുന്ന ഒരു രീതിയിലേക്ക് വളരാനുള്ള സാധ്യതയും ഇതിലൂടെ തുറക്കപ്പെടുകയാണ് എന്ന് പറയാം. ദക്ഷിണ കൊറിയ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം തങ്ങളുടെ സിനിമകളിലൂടെയും പാട്ടുകളിലൂടെയും ഭക്ഷണത്തിലൂടെയും എങ്ങനെയാണ് ലോകത്തെ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയെ എങ്ങനെയാണത് കീഴടക്കിയത് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. ഭാഷയ്ക്കും ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കും അപ്പുറം മനുഷ്യവികാരങ്ങൾക്ക് ഒരേ താളമാണെന്ന് ഹാലു തരംഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് വെറുമൊരു ഭ്രമമല്ല, മറിച്ച് രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ഒത്തുകൂടൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കൊറിയൻ റെവല്യൂഷൻ നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തെ ഈ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാനിന്ന് സൂചിപ്പിച്ച കൊറിയൻ സംസ്കാരത്തെ പറ്റിയുള്ള ഈ വിശേഷണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ K-ഡ്രാമ ഫാൻസിനും ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൊറിയൻ ഭാഷയിൽ അന്യോങ് എന്ന് പറഞ്ഞാൽ വിട എന്നാണ് അർത്ഥം. ഗംസഹംനിദ എന്നാൽ നന്ദി എന്നുമാണ് അർത്ഥം. സോ വീഡിയോ മുഴുവൻ കണ്ടതിന് ഗംസഹംനിദ. അടുത്ത വീഡിയോയിൽ കാണും വരെ അന്യോ.